ഹായ് ഫ്രണ്ട്സ്, നിഷാദ് പടിഞ്ഞാറ്റുമുറയാണ്. ദേശീയപാത 66 വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ തൃശ്ശൂർ റീച്ചിലെ 4ാമത്തെ ബൈപ്പാസായ ചന്ദ്രാപ്പിനി ബൈപ്പാസാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അതിൻ്റെ ഇടയിൽ ഒരു ബൈപ്പാസ് ഉണ്ട്, വാടാനപ്പള്ളി ബൈപ്പാസ് കഴിഞ്ഞ് പിന്നീട് തൃപ്രയാർ വലപ്പാട് ബൈപ്പാസാണ്. അപ്പം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അതിൻ്റെ ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്താണ്, പണികളെല്ലാം പൂർത്തീകരിച്ചത്. ഇപ്പോൾ ചന്ദ്രാപ്പിനി ബൈപ്പാസ് പണികളെല്ലാം പൂർണ്ണമായി കഴിഞ്ഞിട്ട് ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ചന്ദ്രാപ്പിന്നി ടൗൺ കേട്ടോ. അപ്പോൾ ചന്ദ്രാപ്പിന്നി ടൗൺ പൂർണ്ണമായി ഒഴിവാക്കിയിട്ടാണ് നമ്മളെ ചന്ദ്രാപ്പിന്നി ബൈപ്പാസ് വന്നിരിക്കുന്നത്. ഏകദേശം പാരലായിട്ട് തന്നെയാണ് ഈ റോഡ് രണ്ടും കടന്നു പോകുന്നത് കേട്ടോ. എന്തായാലും പണികളെല്ലാം പൂർത്തീകരിച്ചിട്ട് ഗതാഗതത്തിന് വേണ്ടി പൂർണ്ണമായി തുറന്നു കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് കുറേ ഭാഗങ്ങളിൽ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പം എന്തായാലും പണികളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പം ഈ ചന്ദ്രാപ്പിന്നി ബൈപ്പാസ് തുടങ്ങുന്നത് എവിടുന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തൃപ്രയാർ വലപ്പാട് ഭാഗത്ത് നിന്ന് വരുന്ന സമയത്ത് എടമുട്ടം ജംഗ്ഷൻ ഉണ്ട്. എടമുട്ടം ജംഗ്ഷൻ കഴിഞ്ഞ ഉടനെയാണ് നമ്മളെ ചന്ദ്രാപ്പിന്നി ബൈപ്പാസ് തുടങ്ങുന്നത്. അപ്പൊ ചന്ദ്രാപ്പിന്നി ബൈപ്പാസ് തുടങ്ങുമ്പോൾ തന്നെ ഫസ്റ്റ് ഒരു അണ്ടർപാസ് വന്നിരിക്കുന്ന പാലപ്പെട്ടി ഭാഗത്താണ്. അതിന്റെ അപ്രോച്ചോട് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ എടമുട്ടം ജംഗ്ഷൻ കഴിഞ്ഞിട്ടാട്ടോ. പിന്നീട് ഇത് അവസാനിക്കുന്നത് കൊപ്രാക്കളം ഭാഗത്താണ്. ഇപ്പൊ ഞാൻ ഇതിനു മുൻപ് പറഞ്ഞിരുന്നു, തൃശ്ശൂർ റീച്ചിലെ ഓരോ ബൈപ്പാസുകളും പണികൾ പൂർത്തിയാക്കി ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ തൃശ്ശൂരിലുള്ള ടോൾ പ്ലാസ നാട്ടികയിലാണ് വന്നിരിക്കുന്നത്. അതിന്റെ പണികളും അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. ഇതൊരു ചെറിയ ബൈപ്പാസ് ആണ്, 2 കിലോമീറ്ററാണ് ഇതിന് നീളം വരുന്നത് കേട്ടോ. എന്തായാലും പണികളൊക്കെ നല്ല വേഗതയിൽ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. സർവീസ് റോഡിന്റെ പണികൾ കുറച്ച് ഭാഗത്ത് ഇനി നടക്കാനുണ്ട് കേട്ടോ. വാഹനങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇതിൽ കൂടെ പോകുന്നുണ്ട്. എങ്ങനെ റോഡുകൾ നന്നായാലും നമ്മൾ നിയമം പാലിച്ച് മാത്രമേ ദേശീയപാത 66 കൂടെ യാത്ര ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പൊ ഇതാണ് എടമുട്ടം ടൗണിൽ ഒരു അണ്ടർപാസ് വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനോടനുബന്ധിച്ചുള്ള കാര്യമായിട്ട് ഒരു പണിയും ഈ എടമുട്ടം ജംഗ്ഷനിൽ നടന്നിട്ടില്ല കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം എങ്ങനെയായിരുന്നു എടമുട്ടം ജംഗ്ഷൻ, അതേമാതിരി തന്നെയാണ് എടമുട്ടം ജംഗ്ഷൻ ഇന്നും ഉള്ളത്. എന്തായാലും ഉടനെ തന്നെ പണികൾ ആരംഭിക്കുമായിരിക്കും. കാരണം ഇവിടെ കുറച്ച് ഭാഗം ഗ്യാപ്പ് വിട്ടിട്ടുണ്ട് കേട്ടോ. കണ്ട നിങ്ങൾ, ക്രാഷ് ബാരറും ഡിവൈഡറിന്റെ പണിയൊക്കെ അവിടെ നിർത്തിയിരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു എക്സിറ്റ് ആണോ എൻട്രി ആണോ എന്നറിയില്ല. എന്തായാലും ഇവിടെ സൈഡിലായിട്ട് മഞ്ഞ കളറും കൊടുത്തിട്ടുണ്ട് ക്രാഷ് ബാരറിൽ. അപ്പൊ ഇവിടെ നിന്നാണ് നമ്മളെ ചന്ദ്രാപ്പിന്നി ബൈപ്പാസ് തുടങ്ങുന്നത് കേട്ടോ. ഇതിന്റെയൊക്കെ പഴയ രൂപം എങ്ങനെയായിരുന്നു ചന്ദ്രാപ്പിന്നി ബൈപ്പാസ് പോകുന്നതും, അതുപോലെ തന്നെ എടമുട്ടത്തിന്റെ ആദ്യകാലങ്ങൾ. ഇവിടെ എടമുട്ടത്ത് ഒരു സ്കൂളൊക്കെ ഉണ്ടായിരുന്നു. ആ സ്കൂൾ പൊളിച്ചു മാറ്റാൻ കുറെ കാലതാമസം പിടിച്ചോണ്ട് കുറെ നാളത്തേക്ക് പണികൾ അവിടെ നിർത്തി വെച്ചിരിക്കുന്നു. ഒരു ഭാഗം മാത്രം പണികൾ പൂർത്തീകരിച്ചിട്ട് കുറച്ച് ഭാഗത്തൂടെ മാത്രമേ വർക്ക് നടന്നിരുന്നുള്ളൂ കേട്ടോ. ഇപ്പൊ എന്തായാലും എടമുട്ടിട്ട് എന്തായിരുന്ന സ്കൂള് പൂർണ്ണമായി പൊളിച്ചു മാറ്റിയിട്ട് 6 വരിപ്പാതയുടെ പണികൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിന്നാണ് എടമുട്ടം കഴിഞ്ഞിട്ട് വരുന്ന പാലപ്പെട്ടി അണ്ടർപാസ് ഉണ്ട്, അതിന്റെ അപ്രോച്ച് റോഡ് സ്റ്റാർട്ട് ചെയ്യണത്. അങ്ങനെ ചന്ദ്രാപ്പിന്നി ബൈപ്പാസ് യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ ബൈപ്പാസ് വന്നിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 2ാമത്തെ റീച്ചാണ്. തളിക്കുളം മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള റീച്ചിലാണ് ചന്ദ്രാപ്പിന്നി ബൈപ്പാസ് വന്നിരിക്കുന്നത് കേട്ടോ. നോക്കി നിങ്ങൾ, പണികളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്. ലൈൻ മാർക്കിംഗ് കഴിഞ്ഞിരിക്കുന്നു. 2 ഭാഗത്തു കൂടിയും വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, എടമുട്ടം കഴിഞ്ഞിട്ട് പിന്നീട് പാലപ്പെട്ടി, ഇവിടെ ഒരു വലിയൊരു വളവായിരുന്നു. ഈ വളവ് കൂടെ അങ്ങനെ തിരിഞ്ഞിട്ടായിരുന്നു നമ്മൾ ചന്ദ്രാപ്പിന്നി ടൗണിൽ കൂടെയാണ് പോയിരുന്നത്. അപ്പൊ ഈ പാലപ്പെട്ടി എന്ന് പറഞ്ഞ സ്ഥലം നമ്മളെ മലപ്പുറം ജില്ലയിലും ഉണ്ട് കേട്ടോ. ആ പാലപ്പെട്ടി വേറെയാണ്, ഈ പാലപ്പെട്ടി വേറെ കേട്ടോ. പാലപ്പെട്ടി അണ്ടർപാസിന്റെ പണികളൊക്കെ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു. സ്ട്രീറ്റ് ലൈറ്റിന്റെ പണികൾ കുറച്ച് ഭാഗത്തുകൂടി നടക്കാനുണ്ട്. അതുപോലെ തന്നെ ഇവിടുന്ന് പണികളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കുറച്ച് ഭാഗത്തുള്ള സർവീസ് റോഡിന്റെ വർക്കിംഗ് നടക്കാനുണ്ട്. ഇവിടുന്ന് പിന്നീട് സ്ട്രെയിറ്റ് ആയിട്ടാണ് ഈ ചന്ദ്രാപ്പിന്നി ബൈപ്പാസ് കടന്നു പോകുന്നത്. എന്തായാലും ഈ മഴക്കാലത്തിന് മുൻപായിട്ട് തന്നെ ഇതിന്റെ പണികൾ പൂർത്തീകരിച്ചു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്തൊക്കെ ഈ ഭാഗത്തൊക്കെ പൂർണ്ണമായിട്ട് ചെളിക്കെട്ടൊക്കെ ആയിരുന്നു, പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഡ്രൈനേജിന്റെ വർക്ക് നടക്കുകയായിരുന്നു. കാരണം സർവീസ് റോഡ് കഴിഞ്ഞിട്ട് ഡ്രൈനേജ് വരുന്നുണ്ട്, അതിന്റെ പണികളൊക്കെ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നീട് മഴ പെയ്തു, അതുപോലെ തന്നെ വീണ്ടും വെള്ളം വന്നു, ചളി ഇളകി, അങ്ങനെ കുറെ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ ചന്ദ്രാപ്പിന്നി ബൈപ്പാസിൽ. എന്തായാലും ഇപ്പൊ അതൊക്കെ പൂർത്തീകരിച്ചിട്ട് 6 വരിപ്പാത പൂർണ്ണമായിട്ട് ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ട്. എന്തായാലും 2 ഭാഗത്തും പൂർണ്ണമായിട്ട് സർവീസ് റോഡ് ഉണ്ട്. നമ്മുടെ ചാവക്കാട് ബൈപ്പാസിന് 2 ഭാഗത്തും പൂർണ്ണമായിട്ട് സർവീസ് റോഡ് ഇല്ല. അതിലാ നമ്മളെ കനോലി കനാലിന് കുറുകെ വരുന്ന പാലത്തിന് അവിടെ മാത്രമേ സർവീസ് റോഡ് ഇല്ലാത്തുള്ളൂ. ബാക്കി 2 ഭാഗത്തുണ്ട് കേട്ടോ. അപ്പൊ അവിടെ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്. പക്ഷേ ഈ ചന്ദ്രാപ്പിന്നി ബൈപ്പാസ് 2 കിലോമീറ്റർ വരുന്നതിന് 2 ഭാഗത്തും സർവീസ് റോഡ് ഉണ്ട്. അതുപോലെ തന്നെ ഈ പാലപ്പെട്ടി അണ്ടർപാസ് കഴിഞ്ഞ ഉടനെ ഇടത് ഭാഗത്ത് ഒരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. അത് മിക്കവാറും എനിക്ക് തോന്നുന്നത് അത് എക്സിറ്റിനായിരിക്കും. കാരണം ഇത് കഴിഞ്ഞിട്ടാണ് നമ്മളെ കൊപ്രാക്കളം അണ്ടർപാസ് വരുന്നത്. അതിന് മുൻപായിട്ട് എൻട്രി ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ എടമുട്ട അണ്ടർപാസ് വന്നു കഴിഞ്ഞാൽ പിന്നീട് ഒന്ന് പൂർണ്ണമായിട്ട് മണ്ണിട്ട് ഉയർത്തിയിരിക്കും റോഡ്. അപ്പൊ അതിന്റെ മുകൾ ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ചന്ദ്രാപ്പിന്നി ടൗണിൽ പോകാൻ ഇവിടെ ആയിരിക്കും എക്സിറ്റ് ഉണ്ടാവും. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന മാതിരി പണ്ട് നമ്മൾ 2 വരിപ്പാത 4 വരിപ്പാത മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ 6 വരിപ്പാതയിൽ കൂടെയാണ് സഞ്ചരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ 6 വരിപ്പാതയിൽ കൂടെ സഞ്ചരിക്കുന്ന സമയത്ത് കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ഏറ്റവും ആദ്യം ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ 6 വരിപ്പാതയിൽ കൂടെ സഞ്ചരിക്കുന്ന സമയത്ത് 6 വരിപ്പാതയിൽ നിന്നും സർവീസ് റോഡിലേക്ക് എക്സിറ്റ് എടുക്കാൻ മറന്നു കഴിഞ്ഞാൽ കുറച്ച് നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നീട് റിവേഴ്സ് ഒരിക്കലും വരരുത് കേട്ടോ.
കാരണം അത് കൂടുതൽ അപകടം സൃഷ്ടിക്കുന്നതാണ്. നിങ്ങൾ അടുത്ത എക്സിറ്റ് പിടിക്കുക. കാരണം ഇങ്ങനെ റിവേഴ്സ് വരുന്ന സമയത്ത് ബാക്കിൽ വരുന്ന വാഹനങ്ങൾക്ക് നിങ്ങൾ ബാക്കിലേക്ക് വരുന്നുണ്ടോ, അതുപോലെ തന്നെ നിങ്ങൾ നിർത്തണമെന്ന് ഒരു പിടുത്തം കിട്ടില്ല, അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ അടുത്ത് നമ്മുടെ ബാംഗ്ലൂർ ഹൈവേയില് ഒരു അപകടം ഇതേമാതിരി ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇതിനു മുൻപ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, കോട്ടക്കൽ ബൈപ്പാസിൽ നടന്നതൊക്കെ. 6 വരിപ്പാതയിൽ കൂടെ യാത്രയും സമയത്ത് നിർബന്ധമായിട്ടും ലൈൻ ട്രാഫിക് പാലിക്കണം. തോന്നിയ മാതിരി 6 വരിപ്പാതയിൽ കൂടെ യാത്ര ചെയ്യരുത് കേട്ടോ. ആദ്യത്തെ ട്രാക്ക് സ്ലോ സ്പീഡാണ്, ഹെവി വെഹിക്കിളിനും പോകാനുള്ളതാണ്. രണ്ടാമത്തെ ട്രാക്കിൽ കൂടെയാണ് നമ്മൾ പോകേണ്ടത്. ഇപ്പം നിങ്ങൾ ഇതിൽ തന്നെ നോക്കിയേ, ഏതിൽ കൂടെയാണ് ലോറി പോകുന്നത്. ഈ ലോറി പോകുന്നത് രണ്ടാമത്തെ ട്രാക്കിലല്ല വേണ്ടത്, അവർ ആദ്യത്തെ ട്രാക്കിലാണ് പോകേണ്ടത്. ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് അപകടം സംഭവിക്കുന്നത്. അതുപോലെ തന്നെ മുൻപിലത്തെ വാഹനത്തിനെ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് മിറർ നോക്കുക, ഇൻഡിക്കേറ്റർ ഇടുക, എന്നിട്ട് വേണം നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കയറുക, ഓവർടേക്ക് ചെയ്യുക. അതുപോലെ തന്നെ മൂന്നാമത്തെ ട്രാക്കിൽ ഓവർടേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നീട് നമ്മൾ ഓവർടേക്ക് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇതേമാതിരി നമ്മൾ മിറർ നോക്കി ഇൻഡിക്കേറ്റർ ഇട്ട് രണ്ടാമത്തെ ട്രാക്കിലേക്ക് തന്നെ വരേണ്ടതുണ്ട്. കാരണം മൂന്നാമത്തെ ട്രാക്കിലേക്ക് നമുക്ക് യാത്ര ചെയ്യാൻ അനുമതിയില്ല, അത് എമർജൻസി വാഹനങ്ങൾക്കുള്ളതാണ്. എൻ്റെ ഓരോ വീഡിയോസിലും ഞാൻ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പം നിയമങ്ങൾ പാലിച്ച് സുരക്ഷിതമായ യാത്ര ഉറപ്പുവരുത്തുക. അപ്പം ഇനി സർവീസ് റോഡിൻ്റെ കാര്യം, ഈ ഒരു ഭാഗത്ത് കണ്ട നിങ്ങൾ സർവീസ് റോഡിൻ്റെ പണി കുറച്ച് നടക്കാനുണ്ട്. ഇടത് ഭാഗത്തുള്ള പണികൾ പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും 6 വരിപ്പാതയുടെ പണികൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ട് പൂർണ്ണമായിട്ട് വാഹനങ്ങൾ ഇതിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പം എന്താ വെച്ചാൽ ചന്ദ്രപ്പിന്നി ടൗണിൽ വലിയ തിരക്കുണ്ടാവാൻ സാധ്യതയില്ല, ബൈപ്പാസ് ഓപ്പൺ ആയതുകൊണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പാലപ്പെട്ടി അണ്ടർപാസ് കഴിഞ്ഞിട്ട് എക്സിറ്റ് ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ ഇവിടെ എൻട്രി വന്നിട്ടുണ്ട്. ആ മാർക്കിംഗ് നോക്കിയാൽ നിങ്ങൾ എൻട്രിക്കുള്ള മാർക്കിംഗ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം ഇവിടെ നിന്നുള്ള വാഹനം ഇടമുട്ടം ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്ക് 6 വരിപ്പാതയിൽ കയറണം എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നായിരിക്കും നിങ്ങൾക്ക് 6 വരിപ്പാതയിൽ കയറാനുള്ള എൻട്രി വരിക. അതിൻ്റെ മാർക്കിംഗ് ആണ് ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്തായാലും നമ്മുടെ കൊപ്രാക്കളം ഭാഗത്തുള്ള അണ്ടർപാസിൻ്റെ പണികളൊക്കെ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു. ഈ കൊപ്രാക്കളം ഭാഗത്ത് ഒരു FOB വരുന്നുണ്ടെന്ന് പറഞ്ഞു, പക്ഷേ അതിൻ്റെ പണികളൊന്നും ഇതുവരെ ആരംഭിച്ചിട്ടില്ല. തൃശ്ശൂർ ഭാഗത്തെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, കോഴിക്കോട് നിന്നും എടപ്പള്ളി വരെ എത്ര ദൂരം നമുക്ക് 6 വരിപ്പാതകൾക്ക് സഞ്ചരിക്കാൻ സാധിക്കുമെന്നുള്ളത്. അപ്പോൾ നമ്മുടെ കോഴിക്കോട് വെങ്ങളം മുതൽ ചാവക്കാട് മണത്തൽ വരെ പൂർണ്ണമായിട്ട് 6 വരിപ്പാതകൾക്ക് നിങ്ങൾക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നീട് ചാവക്കാട് ടൗണാണ്, ബൈപ്പാസ് ഓപ്പൺ ആയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മുടെ വടനപ്പള്ളി ബൈപ്പാസ് പൂർണ്ണമായിട്ട് ഓപ്പൺ ആയിട്ടുണ്ട്, അത് നമ്മൾ കണ്ടു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നീട് തൃപ്രയാർ വലപ്പാട് ബൈപ്പാസ് കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ചന്ദ്രാപ്പിന്നി ബൈപ്പാസ് ഇപ്പം നമ്മൾ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് മൂന്നുവീടിക പെരിഞ്ഞനം ബൈപ്പാസ് പണികൾ അവസാന ഘട്ടത്തിലാണ്, അത് മിക്കവാറും അടുത്ത മാസം തുറക്കുന്നതായിരിക്കും പണികൾ കഴിഞ്ഞിട്ട്. അത് കഴിഞ്ഞാൽ പിന്നെ മതിലകം ബൈപ്പാസാണ് ഓപ്പൺ ആയിട്ടില്ല, ടൗണിൽ കൂടെ തന്നെ യാത്രയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കൊടുങ്ങല്ലൂർ ബൈപ്പാസ് ഓപ്പൺ ആയിട്ടുണ്ട്. പിന്നീട് പറവൂർ ടൗണിൽ കൂടെ യാത്രയാണ്, കാരണം പറവൂർ ബൈപ്പാസ് ഓപ്പൺ ആയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് പിന്നീട് കുറച്ച് ദൂരം മാത്രമേ ബ്ലോക്ക് ഉണ്ടാവുകയുള്ളൂ. പിന്നീട് നേരെ നമ്മൾ എടപ്പള്ളി ടൗണിലേക്ക് എത്തുന്നത്. പഴയ മാതിരി അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇപ്പോൾ കോഴിക്കോട് നിന്നും എടപ്പള്ളി വരെ യാത്ര ചെയ്യാൻ. പിന്നെ പീക്ക് ടൈം രാവിലെയും വൈകുന്നേരം നമ്മളെ പറവൂർ ടൗൺ അത്യാവശ്യം തിരക്കുണ്ട്. അതുപോലെ തന്നെ കൂനമാവ് കുറേ സ്കൂളൊക്കെ ഉള്ളതുകൊണ്ടാണ് അവിടെ തിരക്കുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നീട് വലിയ കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ, എന്നാലും സുഖമായിട്ട് നമുക്ക് എടപ്പള്ളി എത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യം മറക്കണ്ട, നിയമങ്ങൾ പാലിച്ച് സുരക്ഷിതമായി യാത്ര ഉറപ്പുവരുത്തുക. അപ്പോൾ ഇവിടെ വന്നിട്ടാണ് നമ്മളെ ഈ ചന്ദ്രപ്പിന്നി ബൈപ്പാസ് അവസാനിക്കുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് എഴുതാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബൈ.